ഹായ് നമസ്കാരം. എൻ്റെ പേര് കെവിൻ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഫാമിലിയാണ്. അതിനോടൊപ്പം തന്നെ കിയ കാരൻസ് പ്രസ്റ്റീജ് വാഹനം ഓടിക്കുന്ന ഈ ഫാമിലിയുടെ വാഹനത്തെക്കുറിച്ചുള്ള ഇവരുടെ ചിന്തകളും എല്ലാം നമുക്ക് ചോദിച്ചറിയാം. വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ജോൺസൺ, ചീരഞ്ചിറയിലാണ് താമസിക്കുന്നത്. ചങ്ങനാശ്ശേരി ചീരഞ്ചിറയിലാണ് താമസിക്കുന്നത്. ഞാൻ ഫെർട്ടിലൈസറിൻ്റെ ബിസിനസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസിൻ്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷനാണ്. ദൈവം അനുഗ്രഹിച്ച് നന്നായിട്ട് പോകുന്നു. 2 മക്കളാണ്. ഇത് മൂത്തത് അലൻ, ഇളയ ആൾ അലക്സ്. ഇത് സഹധർമ്മിണി നിഷാമോള്. ദൈവം അനുഗ്രഹിച്ച് നന്നായിട്ട്. അലക്സ് ഇപ്പം എന്ത് ചെയ്യുന്നു? അലക്സ് UK-ലാണ്. അവൻ ഓഡിയോ എഞ്ചിനീയറാണ്. ഫോർവാൾ എന്ന് പറയുന്നൊരു കമ്പനിയിലെ ഓഡിയോ ടെക്നീഷ്യനാണ്. അതേപോലെ അലനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം. അലൻ എൻ്റെ ബിസിനസ് പങ്കാളിയാണ്. ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. അത് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഇപ്പം അലനാണ്. നിങ്ങളുടെ ഈ ബിസിനസ് കാര്യങ്ങളെല്ലാം തന്നെ കൂടെ ആയിട്ട് ആണ് ഈ വാഹനം ഉള്ളത്. ഈ വാഹനമാണ് ആദ്യത്തെ വാഹനം? അല്ല, ഇത് ആക്ച്വലി ഇത് 5ാമത്തെ വാഹനം. അതിനു മുമ്പുള്ള വാഹനങ്ങളെ കുറിച്ചൊന്ന് പറയാം. അതിനു മുമ്പ് ആദ്യം തുടക്കത്തിലൊക്കെ ബൈക്ക് മാറിയതിന് ശേഷം ആദ്യം ഉണ്ടായിരുന്നത് ഒരു 800 ആണ്. 800-ന് ശേഷം സാൻഡ്രോ എടുത്തു. നല്ല വണ്ടിയായിരുന്നു. സാൻഡ്രോയ്ക്ക് ശേഷം ഡസ്റ്റർ ഞാനൊരു 10 വർഷത്തോളം ഉപയോഗിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു. ഡസ്റ്ററിന് ശേഷം എക്സ്റ്റർ എന്ന് പറഞ്ഞൊരു വണ്ടിയായിരുന്നു. അത് ഹുണ്ടായുടെ എക്സ്റ്റർ. അത് ഇറങ്ങിയ ചങ്ങനാശ്ശേരി കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു. നല്ല വണ്ടിയായിരുന്നു. പീസ് പോരാ എന്ന് എനിക്ക് തോന്നിയ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാനത് എന്തുകൊണ്ടും നല്ല വണ്ടിയായിരുന്നു. പിന്നെ സ്പേഷ്യസ് ആണ്. കുടുംബമായിട്ട് യാത്ര പോകാനും അതുപോലെ നമ്മുടെ ബിസിനസ് ആവശ്യത്തിനൊക്കെ യാത്ര പോകാനൊക്കെ ഉപകരിക്കുന്നുണ്ട്. ലോങ് ഡ്രൈവിനൊക്കെ നല്ലതാണ്. അത്യാവശ്യം മൈലേജും ഉണ്ട്. 18 to 20 ഹൈവേയിലൊക്കെ കിട്ടുന്നുണ്ട്. നോർമലി ഇവിടെയൊക്കെ വരുവാണെങ്കിൽ ഒരു 16-17 കിട്ടും. നല്ല വണ്ടിയാണ്. എൻ്റെ മകനാണ് കൂടുതൽ ഓടിക്കുന്നത്. അലനാണ് കൂടുതൽ ഓടിക്കുന്നത്. വൈഫിനാണേലും ഭയങ്കര സന്തോഷമാണ്. സ്പേഷ്യസ് വണ്ടിയാണ്. ഞങ്ങൾ ലോങ് യാത്രയൊക്കെ എല്ലാ ടൂറൊക്കെ പോകുമ്പോഴത്തേന് സുഖമായിട്ട് കിടന്നുറങ്ങാവുന്നതാണ്. ടൂറിന്റെ കാര്യം പറഞ്ഞപ്പോൾ എവിടെ വരെ ടൂറൊക്കെ പോയിട്ടുണ്ട്? ഏതൊക്കെ സ്ഥലങ്ങളിൽ? ഇത് ഈ വണ്ടി എടുത്തതിന് ശേഷം ഞങ്ങൾ കൂർഗ് മൈസൂറൊക്കെ ഈ വണ്ടിയെ തന്നെ പോയായിരുന്നു. ഞാനും മോനും എൻ്റെ ഒരു അളിയനും കൂടെ ഓടിച്ചുകൊണ്ട് കൂർഗ് മൈസൂറൊക്കെ. പിന്നെ എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് കുറച്ച് യാത്രയുണ്ട്. കടകളിൽ ഇവിടുന്ന് കൊല്ലം കൊട്ടാരക്കര റൂട്ടിലേക്കുള്ള കടകളിലെല്ലാം ഒന്ന് ഞങ്ങൾ ആഴ്ചയിലൊന്ന് വിസിറ്റ് ചെയ്യും. അപ്പം ഇത് 300-400 കിലോമീറ്റർ എല്ലാ ആഴ്ചയിലും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ ഗോഡൌണിലേക്കുള്ള യാത്ര, അങ്ങനെയൊക്കെയുള്ള യാത്രയ്ക്ക് നല്ല ഉപകരിക്കുന്നുണ്ട്. നല്ലപോലെ. മുമ്പ് പറഞ്ഞു എക്സ്റ്ററിൽ നിന്ന് മാറ്റിയാണ് ഈ വണ്ടി എടുത്തത്. ഈ വാഹനം എടുക്കാനായിട്ടുണ്ടായ ഒരു ചേതോപകാരം എന്താണ്? എക്സ്റ്റർ ഇച്ചിരി സ്പേസ് കുറവായിരുന്നു. ചെറിയ SUV ആയിരുന്നു. സ്പേസ് കുറവായിരുന്നതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഈ വണ്ടി എടുത്തത്. എന്തുകൊണ്ടും എനിക്ക് ഏറ്റവും നല്ല വണ്ടിയായിട്ട് തന്നെയാണ് ഇത് ബോധ്യപ്പെടുന്നത്. പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞു. ഈ യാത്രകളിൽ വാഹനവുമായി ബന്ധപ്പെട്ട് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? മറക്കാനാവാത്ത ഒരനുഭവമുണ്ട്. ഇവിടെ തൃക്കിടത്താനത്ത് സൈഡ് ചേർത്ത പെട്ടെന്ന് ഇത് ഓടയിലേക്ക് പോകുന്ന പോലെ തോന്നുന്നു. ആൾക്കാരൊക്കെ പെട്ടെന്ന് ഇവിടെ ഉള്ളവരൊക്കെ വന്ന് കല്ലുമൊക്കെ എടുത്തുകൊണ്ട് വന്ന് പൊക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നു. എന്തുകൊണ്ടോ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി ഇന്ന് റേസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ആ മുക്കാലും താഴേക്ക് പോകാതിരുന്ന വണ്ടി ഒന്ന് റേസ് ചെയ്തപ്പോൾ ഈ വണ്ടി പുള്ളി ചെയ്തിങ്ങി പോരും. ഇങ്ങനെ വലിയൊരു ദൈവാനുഗ്രഹം എന്ന് ഒരു പക്ഷേ പറയാം. അത് തന്നെ വണ്ടിയുടെ ഒരു കഴിവായിരിക്കാം. നല്ല പുള്ളിങ് ഉള്ള വണ്ടിയാണ്. നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ ഭാഗമണ്ണം കുട്ടിക്കാനൊക്കെ പോകുമ്പോൾ പറയും നല്ല പുള്ളിങ്. ആയാസരഹിതമായ ഒരു യാത്ര. നമുക്ക് എത്ര യാത്ര ചെയ്താലും സ്ട്രെയിൻ തോന്നുന്നത്. ഒരു ഫാമിലി പാക്കേജ് ആയിട്ടൊക്കെ പോകുമ്പോൾ ബൂട്ട് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ സ്പേസ് ഉണ്ട്. ഇപ്പൊ യാത്രകൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ സസ്പെൻഷൻ, അതായത് അകത്തുള്ള സുഖം. ആ ഒരു കുഷനിങ് എഫക്ട് ഇതിന് എത്രത്തോളം ഉണ്ട്? ഇതിന്റെ ഒരു ക്വാളിറ്റി അതാണ്. എനിക്ക് തോന്നുന്നത് യാത്ര ചെയ്യുമ്പോൾ അതിന്റെ സുഖാനുഭവമാണ്. നമുക്ക് ക്ഷീണമില്ല. നമ്മൾ ഇവിടുന്ന് കൊല്ലം വരെ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആയാസം ഉള്ളതുപോലെ തോന്നുന്നു. അത് ഇതിന്റെ ഒരു പ്രത്യേകതയായിരിക്കും. ശാന്തമായ യാത്രയാണ്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിന് നല്ലപോലെ ഉണ്ട്. 6 എയർ ബാഗുകളുണ്ട്. നല്ല യാത്രയാണ്. കാലൊക്കെ നല്ലപോലെ വെച്ച് നല്ല സ്പേസ് ആയിട്ട് കാലൊക്കെ നീട്ടി വെച്ച് ഇരിക്കാം. ഒന്ന് ഉറങ്ങി പുറകോട്ട് ചാരിക്കണം. മോനൊക്കെ ഓടിക്കുവാണെങ്കിൽ ഞാൻ പുറകോട്ട് ചിലപ്പോൾ ചാരിക്കിടന്ന് ഉറങ്ങി വരാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ യാത്രയിൽ കൂടുതൽ ഉറക്കുക. അപ്പം ഉറങ്ങാൻ നല്ലപോലെ സാധിക്കുന്നുണ്ട്. പിന്നെ നല്ല AC ആണ്. നല്ല കൂളിംഗ് ഉണ്ട്. 7 സീറ്ററാണ്. ഏറ്റവും പുറകെ ഇരിക്കുന്നവർക്ക് വരെ അതിൻ്റെ കൂളിംഗ് എഫക്ട് നല്ലപോലെ ഉണ്ട്. നമ്മളെപ്പോഴും സേഫ്റ്റി ആണ് ഏതൊരു വാഹനത്തിന്റെയും പ്രധാനം എന്ന് പറയാം. യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സേഫ്റ്റി ഒരു കൺസേൺ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇത് എടുക്കുമ്പോഴത്തേന് ഈ എയർ ബാഗിന്റെ കാര്യമൊക്കെ ഞാൻ
ശ്രദ്ധിച്ച് എടുത്തെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്ത് ഇതിനു മുമ്പ് ഞങ്ങളുടെ ഇവിടെ തന്നെ വെച്ചിട്ട് തന്നെ ഒരു അപകടം ഉണ്ടായിരുന്നു. ഒരു സ്വിഫ്റ്റ് വണ്ടിയാണ്. ആ വണ്ടി ഇടിച്ച് കിടക്കുന്ന കണ്ട് നമ്മൾ പേടിച്ചു പോകും. എന്നിട്ട് അതിൻ്റെ എയർ ബാഗിൻ്റെ ഗുണം കൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല. വണ്ടിയുടെ പകുതിയോളം ഇടിച്ച് പോയി, അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ എയർ ബാഗും സേഫ്റ്റിയും ഒക്കെ ഉള്ള വണ്ടി എടുക്കണമെന്ന് എനിക്ക് നിർബന്ധമായി. അതേപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു ഭാഗമാണ് ബ്രേക്കിംഗ്. അതായത് സേഫ്റ്റിയുടെ ഭാഗം തന്നെയാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഇപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്രേക്കിങ്ങിന്റെ എഫിഷ്യൻസി എങ്ങനെയായിരിക്കും? ബ്രേക്ക് അത്യാവശ്യം ഉണ്ടെന്നാണ്. കൂടുതലും ഇത് ഓടിക്കുന്നത് മകനാണ്. ഹായ് അലൻ, വാഹനം ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഡസ്റ്റർ ആയിരുന്നു ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന വാഹനം. അതിന്റെ ഒരു പൊക്കം എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് മാത്രമല്ല അത്രയും പവറും സുഖമാണ് കൊണ്ട് നടക്കാൻ വേണ്ടി. നല്ല ഒരു ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതിന്റെ കറക്റ്റ് ടേണിംഗ് റേഡിയസ് കറക്റ്റ് കിട്ടും. അതുപോലുള്ള ഒരു വാഹനം തന്നെയാണ് ഇത്. ഡസ്റ്ററിന്റെ അത്ര ഇല്ലെങ്കിലും അതിന്റെ ഒരു 90% വരെ ഇതിന് കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള നീളം കൂടിയ വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പേടിക്കുന്ന ഒരു സാധനമാണ് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അത് ഇതിന് ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഡസ്റ്ററിനേക്കാളും ശകലം നീളം ഉള്ളതുകൊണ്ടുള്ള ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ ഡസ്റ്റർ കൊണ്ടിടുന്ന പോലെ ഉള്ള സ്പേസിൽ നമുക്ക് ഇടാൻ പറ്റില്ല. ഇച്ചിരി കൂടെ സ്പേസ് കൂടുതൽ വേണമെന്ന് തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാലും അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം. എത്ര ദൂരം വരെ യാത്ര ചെയ്തേക്കുന്നത് ഈ വാഹനത്തിൽ? ഒറ്റ സ്ട്രെച്ച് 650 കിലോമീറ്റേഴ്സോളം പോയിട്ടുണ്ട്. അത് കൂർഗിലോട്ടാണ് പോയത്. വയനാട് വഴി ഞങ്ങൾ കയറി പോയത്. നല്ല കംഫർട്ടബിൾ ആണ്. ഫാമിലി ആയിട്ട് എല്ലാ ടെറൈനും കയറിയാണ് നമ്മൾ പോകുന്നത്. ഹിൽ ഏരിയാസ് ഒക്കെ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. അങ്ങനെ ഒലച്ചിലും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ അത്ര ലോങ് പോകുമ്പോൾ ഛർദിലും കാര്യങ്ങളൊക്കെ വരുന്ന അതുപോലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല. ഈയിടെ ഞങ്ങള് വേളാങ്കണ്ണി പോയായിരുന്നു. കൂടുതലും ഛർദിക്കാൻ ഉള്ള ടെൻഡൻസി ഉള്ള ആൾക്കാരായിരുന്നു കൂടുതലുണ്ടായത്. പക്ഷെ അവരാണെങ്കിലും തന്നെ നല്ല സുഖമായിട്ട് അവർക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിലാണ്. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. സേഫ് ആൻഡ് കംഫർട്ടബിൾ ആണ്. ഇതിന്റെ അകത്ത് 2-3 കാര്യങ്ങളാണ് അതിന്റെ ഫാക്ടറായിട്ട് വരിക. ഒന്ന് അകത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സസ്പെൻഷൻ, പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഔട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വരച്ചില്, ഇതൊക്കെയാണ് ഛർദിക്കുന്ന ടെൻഡൻസികളൊക്കെ ഉണ്ടാകുന്നത്. അതില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അതെ, അതാണ് ഞാൻ പോയിന്റ് ചെയ്യുന്നത്. നമുക്ക് ആ ബ്രേക്കിംഗ് തന്നെ അതിന്റെ ഒരു എഫിഷ്യൻസി ഉണ്ട്. ആക്യുറേറ്റ് ആയിട്ടുള്ള ബ്രേക്കാണ് ഉള്ള ഇത് വരുന്നത്. ഓവറായിട്ടുള്ള ബ്രേക്കിംഗ് ഒന്നുമല്ല പെട്ടെന്ന് വരുന്നത്. നമ്മൾ ചില ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ ജസ്റ്റ് ഉടനെ അങ്ങ് നിൽക്കുന്ന അതുപോലത്തെ ബ്രേക്കിംഗ് ഒന്നുമില്ല. ആക്യുറേറ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ് ഉള്ളത്. ഇതിന്റെ ട്രാൻസ്മിഷൻ ഏതാണ്? AMT ആണോ? IMT ട്രാൻസ്മിഷൻ ആണ്. അതിൻ്റെതായ നല്ലൊരു ഗുണമുണ്ട്. ക്ലച്ച് ചവിട്ടണ്ടെന്നുള്ള ഒരു മെയിൻ കാര്യം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ പോലെ തന്നെ നമുക്കൊരു സുഖം പ്ലേ അതിലവിടെ കിട്ടുന്നുണ്ട്. എന്നാൽ മാനുവൽ ട്രാൻസ്മിഷൻ പോലെ ഉപയോഗിക്കാം, എന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ക്ലച്ച് പെഡൽ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സൗകര്യം കൂടി ഉണ്ടല്ലോ. അതെ, ഏറ്റവും സൗകര്യമാണ്. IMT ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ ഫീൽ ചെയ്യാറുണ്ട് ഒരു ലാഗ് ചെയ്യുന്നത്. ആ ലാഗിങ് ഇതിനകത്തുണ്ടോ? ഒരു ലാഗിങ്ങും ഇല്ല. നമ്മൾ സാധാരണ മാനുവൽ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിന്റെ ട്രാൻസിഷൻ നടക്കുന്നത്. അങ്ങനെ ലാഗിങ്ങും കാര്യങ്ങളൊന്നുമില്ല. സ്മൂത്ത് ആണ്, സേഫ് ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് പോകുന്നത്. ഇത് എവിടെയാ സർവീസ് ചെയ്യുന്നത് സാധാരണ? ഞങ്ങള് ഇഞ്ചോൺ തള്ളകം, കോട്ടയം. സാധാരണഗതിയിൽ എല്ലാവരും പേടിക്കുന്ന ഒരു ഭാഗമാണ് സർവീസ് എന്ന് പറയുന്നത്. സർവീസിന് ഈ വാഹനം ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി? വാഹനം 22,000 ആയി. 22,000 ആയപ്പോ തന്നെ ഏകദേശം 2-3 പ്രാവശ്യമെങ്കിലും സർവീസിന് വേണ്ടി പോയിട്ടുണ്ട്. അതെ, 3 സർവീസ് കഴിഞ്ഞ്. ഇപ്പൊ എങ്ങനെയുണ്ട് സർവീസിന്റെ അവരുടെ ആ ഒരു ക്വാളിറ്റി ഒക്കെ? കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം അപ് ടു ഡേറ്റ് ആണ്. വാഹനം ഇത്രയും കാലം ഓടിച്ചതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണ്? കംഫർട്ടബിൾ ആണ്. ഡ്രൈവ് ചെയ്യാനും കംഫർട്ടബിൾ ആണ്, ഇരിക്കാനും കംഫർട്ടബിൾ ആണ്. ഞാൻ കൂടുതലും ഡ്രൈവ് ചെയ്യാറാണ് പതിവ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാവുന്ന രീതി തന്നെയാണ് ഇതിന്റെ ഒരു വണ്ടിയുടെ ഒരു മേക്കിംഗ് വന്നേക്കുന്നത്. കറക്റ്റ് ഹൈറ്റ് ആണ് ഇതിന് ഉള്ളത്. സ്റ്റിയറിംഗിനാണെങ്കിൽ അത്ര കട്ടിയൊന്നുമില്ല. ഡസ്റ്ററിനെ അപേക്ഷിച്ച് സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഫോണുമായിട്ടാണല്ലോ ഇപ്പൊ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യുന്നത്. ഞാൻ ആപ്പിൾ കാർപ്ലേ ആണ്. അപ്പൊ ആപ്പിൾ കാർപ്ലേ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരു സന്തോഷം കിട്ടാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഞങ്ങൾ ഡസ്റ്ററിൽ നിന്നാണ് ഇങ്ങനെ വന്നത്. ഡസ്റ്ററിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു. പിന്നീടാണ് അത് വന്നത്. ഞങ്ങള് 10 വർഷത്തോളം ഡസ്റ്റർ ഉപയോഗിച്ചാണ്. പിന്നെ അതിൽ നിന്ന് പെട്ടെന്നൊരു അപ്ഗ്രേഡ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. ഏകദേശം 60ഓളം ഡീലേഴ്സിനെ ഞങ്ങള് മീറ്റ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവര് ഓരോ സംശയങ്ങളോ ഓർഡറിന്റെ ഡീറ്റെയിൽസ് അറിയാനോ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും അതിൻ്റെതായ കോളുകൾ അപ്പോഴെപ്പോഴും അടിക്കടി വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ രണ്ടുപേരോട് ഇരിക്കുന്ന സമയങ്ങളിലാണ് അങ്ങനത്തെ കോളുകൾ വരാറുള്ളത്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനം എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? എനിക്ക് വളരെ ശാന്തമായ രീതിയിലുള്ള തോന്നിയിട്ടുള്ളത്. തിരിച്ചു വന്നാലും വലിയ ക്ഷീണമൊന്നും അനുഭവപ്പെടാറില്ല. ഞാൻ വന്നിട്ടും അടുക്കള കയറി കുക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. യാത്രയുടെ ആ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ തോന്നാറില്ല. യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. നല്ല അനുഭവമായിരുന്നു.
നല്ല സേഫ്റ്റിയാണ്. എന്തുകൊണ്ടാണ് വൈറ്റ് കളർ എടുത്തത്? വൈറ്റ് കളർ എടുക്കാനുള്ള കാരണം ഞങ്ങൾക്ക് ഈ വൈറ്റ് കളറിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എനിക്ക് 3 വയസ്സുള്ളപ്പോഴായിരുന്നു 800 എടുത്തത്. ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു ആ സമയത്ത്. 800 അത് വൈറ്റ് കളർ ആയിരുന്നു, അതിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ഒരു നൊസ്റ്റാൾജിക് ഫീൽ കൊണ്ടാണ് വൈറ്റ് കളർ. സാൻഡ്രോയും വൈറ്റ് ആയിരുന്നു? സാൻഡ്രോ റെഡ് കളർ ആയിരുന്നു. എന്നാലും ഫസ്റ്റ് കാർ എന്നൊരു നിലയിൽ ഞങ്ങൾ അത് നൊസ്റ്റാൾജിക് ഫീൽ വന്നപ്പോഴത്തേക്കിനും വൈറ്റ് സെലക്ട് ചെയ്തത്. അപ്പം വേറൊരാള് വാഹനം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കിയ കാരൻസ് നിങ്ങൾ സജസ്റ്റ് ചെയ്യും? തീർച്ചയായിട്ടും സെർച്ച് ചെയ്യും. നല്ലൊരു 7 സീറ്റർ വാഹനം എന്ന നിലയിൽ ഉറപ്പായിട്ടും ഞാൻ കിയ ചെയ്യാൻ പറയും. നല്ലൊരു ഫാമിലി വണ്ടിയാണ്, നല്ലൊരു ബിസിനസ് പാർട്ട്ണർ ആയിട്ടുള്ള രീതിയിലുള്ള വണ്ടിയാണ്. മുമ്പേ ചോദിച്ച അതേ ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുകയാണ്. പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന ആൾക്കാരോട് എന്ത് ഉപദേശമാണ് കൊടുക്കാൻ പോകുന്നത്? കിയ കാരൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്കാണെങ്കിലും ഞാൻ ഇത് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇത് പേൾ വൈറ്റ് ആണ്. ഈ പേൾ വൈറ്റ് പലപ്പോഴും പലയിടത്തും ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ വണ്ടിയെ കുറിച്ച് അന്വേഷിക്കാറ്. അപ്പം നമുക്ക് ഇച്ചിരി ഒരു കോൺഫിഡൻസ് കിട്ടും. നല്ല അട്രാക്റ്റീവ് കളറാണ് പേൾ വൈറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. ഓക്കെ, എല്ലാവിധ ആശംസകളും. നല്ല ഒരു അനുഭവം തന്നെയാണ് ഈ വാഹനം ഇവർക്ക് സമ്മാനിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും ഈ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു.